ഇന്നലെ കേട്ട ഏറെ സങ്കടകരമായൊരു വാർത്തയായിരുന്നു വയനാട്ടിൽ എരുമക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആന ഒരാളെ കുത്തിക്കൊന്ന വാർത്ത. അറുമുഖൻ എന്ന് പറയുന്ന മനുഷ്യനെയാണ് ആന കുത്തിക്കൊന്നത്. വീണ്ടും ഈ പറയുന്നത് പോലെ വന്യജീവി ഒപ്പം തന്നെ മനുഷ്യ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് വളരെ സങ്കടകരമായൊരു കാര്യം. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ജോഷില വയനാട്ടിൽ നിന്ന് ഒപ്പം ചേരുന്നുണ്ട്. ബത്തേരി ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ജോഷില, അറുമുഖന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? മനു, ഞാനിപ്പോൾ ഉള്ളത് ഈ അപകടം സംഭവിച്ച സ്ഥലത്താണ്. എരുമക്കൊല്ലിയിലാണ് ഉള്ളത്. എരുമക്കൊല്ലി എന്ന് പറയുന്നത് ചെമ്പ്ര പീക്കിന്റെ താഴത്തുള്ള സ്ഥലമാണ്. താഴെ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സ്ഥലത്ത് തന്നെയാണ്. നമുക്കറിയാം, ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ്, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കാട്ടാനകളെ കാണാൻ തുടങ്ങിയിട്ട്, ഈ ഒരു കോളനിയിലേക്ക് പോകുന്ന വഴിക്ക് കാട്ടാനകളെ കാണാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയോളമായി. കോളനി നിവാസികൾ തന്നെയാണ് ഇതിനെ ഓടിക്കാറ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നലെ 7 മണി വരെ ആന ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് അറുമുഖനെ ആന കൊന്നത്. ഇവിടെയാണ് ആളുകളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അറുമുഖൻ്റെ മൃതശരീരം ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതുവരെ ആളുകളൊക്കെ തന്നെ വലിയ ഭീതിയിലും ആശങ്കയിലും അതുപോലെ തന്നെ ഭീതിയിലുമാണ്. കാരണം ഇതുവരെ ഈ 2 ആഴ്ചയോളമായി ആന ഇവിടെ തമ്പടിച്ചു നിന്നിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു പരാതി അവർക്കുണ്ട്. എന്തായാലും ഈ ഒരു മേഖല എന്ന് പറയുന്നത് കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണം സ്ഥിരമായ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ ഫെൻസിംഗ് അടക്കം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതേപോലെ തന്നെ നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മളോട് ഇവിടെയുള്ള ആളുകൾ തന്നെ വിശദീകരിക്കും. എന്താണ് ഏട്ടാ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ചത് ഒരു 7 മണി മുതൽ ആന നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു. ഒരു 7:30 മണി കഴിഞ്ഞിട്ടാണ് ആന ഇങ്ങോട്ട് താഴെ കറങ്ങി വന്നത്. 7 മണി 7:45 ആകുമ്പോൾ കൂടെ മൂപ്പര് 7:45 അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു. ആന ഇവിടുന്ന് മേലെ താഴെ കറങ്ങുന്ന മൂപ്പര് വന്ന് എടുത്തിട്ട് ഒരുമിച്ചായിപ്പോയി. അങ്ങനെ ഇവിടുന്ന് വെച്ച് തന്നെ തട്ടിക്കൂട്ടി ഫോൺ ചെയ്ത് നോക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, നല്ലത് ഫോൺ എടുക്കലില്ല. അപ്പോൾ സംശയം തോന്നിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് വന്ന് നോക്കുമ്പോൾ ആന ചവിട്ടിക്കൂട്ടി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. മൂപ്പരാണ് ഒറ്റക്കാണ് കഴിയുന്നത്. മൂപ്പര് ഭാര്യ നേരത്തെ മരിച്ചുപോയി. 2 മക്കൾ നാട്ടിലടുത്തിട്ട് നെൽവേലിയിലാണ്. അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് അവിടെ നിന്ന് മേപ്പാടിന്ന് മുതൽ കോളനി വരെ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും. ഉളക്കുന്ന് നദി ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ റോഡാണെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന റോഡാണ്. നമ്മുടെ വഹാബിൻ്റെ എസ്റ്റേറ്റും കൂടാണ് ചെമ്പ്രാപ്പിക്കുന്നത്, ഫാത്തിമ ഫാം എസ്റ്റേറ്റും കൂടെയാണ്. എസ്റ്റേറ്റിൻ്റെ ഉൾ റോഡാണിത്. അപ്പോൾ ഈ റോഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വളവിൽ എവിടെ ആന നിന്നാലും നമുക്ക് നടന്നു വരുന്ന സമയത്ത് കാണാൻ കഴിയില്ല. നേരിട്ട് നമ്മൾ വന്ന് ഏറ്റുമുട്ടലായിരിക്കും. ഇതോടെ നമ്മൾ അവസാനം കഴിയും. എന്നെ മാത്രം ഇവിടെ 3 പ്രാവശ്യം റോട്ടുമ്പോൾ ആന പിടിക്കാനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അങ്ങനെ കഴിച്ചിലായിപ്പോയി. ഇത് എന്നും നമുക്ക് പടച്ചോൻ്റെ തുണ ഉണ്ടായിരുന്നു വരില്ല. യാദൃശികമായിട്ട് പെട്ടു പോകുമ്പോൾ സംഭവിച്ചു പോകുന്നതാണിത്. പക്ഷേ ഇതിന് നമുക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉള്ളത്. ഒന്നൊരു ഫെൻസിങ് ഇടുക, ഈ റോഡിൽ സോളാർ ലൈറ്റും ഇടുക. ഒക്കെ കുറേ പ്രശ്നം ഒരു പരിഹാരം. ഇപ്പോൾ ഒരു ലൈറ്റും ഇല്ല. അവിടെ നിന്ന് നടന്ന് വരണം. ഒന്നാമത്തെ റോഡ് കിടക്കുന്നത് ഇങ്ങനെയാണ്. ഈ റോഡ് 4 വർഷത്തിന് മുമ്പ് ഒരു 48 ലക്ഷം രൂപ പട്ടികവർഗ വികസന വകുപ്പ് ഫണ്ട് വെച്ചതാണ്. ഇപ്പോഴും കിടക്കുന്നത് വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ. ഭരണാനുമതി ഇതുവരെ കൊടുത്തിട്ടില്ല. എന്തിനു വേണ്ടിയിട്ട് ഇപ്പം മരക്ക് കയറി നിൽക്കുന്ന വനം വകുപ്പിൽ? ഇങ്ങനത്തെ മന്ത്രിമാർ മാത്രം ഉണ്ടായിരുന്നാൽ മതിയല്ലോ. ഏട്ടാ, അവരുടെ മൃതദേഹം ഇപ്പം ബത്തേരി ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിലുണ്ട്. അവരുടെ ബന്ധുക്കൾ എന്ന് പറയാൻ 2 മക്കളേ ഉള്ളൂ. അവർ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളോട് സംസാരിച്ചത് അവരുടെ എല്ലാ ആശങ്കകളും സംഘർഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കലർന്ന വാക്കുകളാണത്. അതായത് കുറച്ചു കാലമായി, കഴിഞ്ഞ 2 ആഴ്ച കാലമായി ഇവിടേക്ക് വന്യമൃഗങ്ങൾ അത്രയും, അതായത് കാട്ടുപ്രദേശം, മേലെ മലയാണ്. മലമുകളിൽ നിന്നും ആനയും കടുവയും അടക്കമുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെച്ചാണ് ഇത് ആക്രമണം ഉണ്ടായത്. രാവിലെ തൊട്ട് ആളുകൾ ഭയത്തോടു കൂടി ഇതിനെ നോക്കിക്കാണുകയായിരുന്നു. ആന എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ആന ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 7 മണിക്ക് ആന കയറിപ്പോകുമെന്നാണ്
കരുതിയത്. എന്നാൽ ആന ഈ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നടന്നു വരുന്ന ആളുകൾക്ക് അത് കാണാൻ സാധിക്കുകയില്ല. അത്രയും നേരത്തെ ഇവർ പറഞ്ഞതുപോലെ തന്നെ വളഞ്ഞവ് തിരിവുകളുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇതൊക്കെ തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ജില്ലയിൽ 3 പേരാണ് ഈ ഒരു വർഷത്തിനിടെ ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ അല്ലെങ്കിൽ ആനയുടെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത്. നേരത്തെ നൂൽപ്പുഴയിലെ മാനു, അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ആനയുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയരുന്ന ആവശ്യം. അത് പരിഹരിക്കപ്പെടും. വനംവകുപ്പ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ഫെൻസിംഗ് അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അതിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്. എന്നാൽ ഈ പദ്ധതികളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കിയാൽ മാത്രമേ ആളുകൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. മനു, തീർച്ചയായും ആ മനുഷ്യന്റെ വലിയ ആകുലതകളാണ് നമ്മൾ കേട്ടത്. അവർക്ക് വനംവകുപ്പിനെ കുറിച്ച് വലിയ പരാതികളുണ്ട്. ആ രീതിയിൽ വനംവകുപ്പ് ഇടപെട്ടില്ല എന്ന ആക്ഷേപമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. കാരണം മനുഷ്യരുടെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആനയുടെ കാര്യം അറിയിച്ചിട്ട് എന്നവർ പറയുന്നു. ഒപ്പം തന്നെ ആ രീതിയിൽ അങ്ങോട്ടേക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന ആക്ഷേപം അവർ പങ്കുവയ്ക്കുകയാണ്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടി വരികയും ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോഷ്ലിയാണ് എരുമക്കൊല്ലിയിൽ നിന്ന് നമ്മളോട് ഈ കാര്യമടക്കം സംസാരിച്ചത്.